ഇവനേതാ? എന്റെ സുഹൃത്താണ്. ഇവൻ ആദ്യം പിടിച്ച് പുറത്താക്കെ. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയാതെ. 2003 ഒരു നവംബർ മാസം 5-ാം തീയതി എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? വെറുതെ കിടന്ന് ഇത് പോകാൻ അത് നടക്കില്ല. അതിനകത്തൊരു പഴമുണ്ട്, അത് വായിക്കുറ്റി കേട്ടോണ്ട്. നിന്റെ തൊള്ള തുറന്ന് ഒച്ചെങ്ങാനും പുറത്ത് പൊങ്ങിയ നിന്റെ വായിൽ ഞാൻ ടാറൂരിക്ക് ഒഴിക്കും. മനസ്സിലായോ? நானும் ஒன்று எனக்கு நெருப்பு, கோவம், ஆத்திரம், பயம், பதட்டம் இந்த மாதிரி எந்த நெகட்டிவ் ஃபீலிங்ஸ் எனக்குள்ள வச்சுக்கிறதே இல்ல. அப்படியே பக்கத்துல இருக்கிறவங்களுக்கு வாரி வழங்கிடுவேன். ഞാൻ ഇവന്റെ തന്തയെ കുറിച്ച് പ്രതിഷേധിക്കട്ടെ. Get moving call. വന്ന് അടുത്ത കോമഡി. எனக்கு வர வேண்டிய 5 lakh bounty கொடுங்க. கமிஷனர் 5 lakhs என்கிட்ட கொடுங்க. ஏய் யோ யோ, புடிச்சது நான் தான். ஹே முடிச்சது நான் தான். அப்ப இந்த 5 lakhs நீங்க ரெண்டு பேரும் பிரிச்சு What? இவங்க கூட breathe பண்றாங்க கூட ஷேர் பண்ண மாட்டா. bounty பண்ணி ஷேர் பண்ணுவனா? I'll never share my money with this kachora. എന്തോന്നടേ ഇത്? ரெண்டு பேரும் அடல்ட்ஸ் இப்படி சின்ன கிட்ஸ் மாதிரி அடிக்கிறீங்க. நான் சொல்றது கேளுங்க. எங்கயாவது 5 minutes உட்கார்ந்து ஒரு கமிஷனர் முன்னாடி இப்படி கேவலமா அடிக்கிறமே ஒத்துமையா வருத்தப்படுங்க. അവര് തമ്മിൽ കോമ്പറ്റീഷൻ അല്ലേ? അവരിൽ ആരാണ് കൂടുതൽ ബോറന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തില്ല. വെറുപ്പിച്ച് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. പൊക്കോളാൻ ഇങ്ങനെ കാണിക്കുന്നതാണടാ ദുഃഖം. போராம இயலாம வயித்தெரிச்சல் வெறுப்பு കടുപ്പ് ഗാണ്ട്. എന്റെ ജയ്സാ ഹോ அப்படி என்னதான் பாக்குற? அட பாவி, என்னடா இது? பிரான்சிஸ், உன்னோட எக்ஸ்பிரஷன் நான் எடுத்துக்கிறேன்பா. എന്തിനാ കത്തി എടുക്കുന്നേ? ഇങ്ങനെ അർത്ഥ കൊല്ലുന്നതിന് പകരം ഒറ്റ കുത്തിന് ചാവാൻ. ഞാൻ കുറച്ച് ഓവറായില്ലേ? ഇനി രാവണന്റെ വരവാണ്. ഇതാരാ ഉണ്ണിയാർച്ചയോ? അയ്യന്റെ മോനെ. ഓ ജീസസ്. എങ്ങനെ ഉണ്ടാളിയാ? ഗംഭീരമായിരുന്നു. താങ്ക് യു. സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. മുന്നേറ്റിയും മുളങ്കാലും ഇതെന്താണോ കഥകളിയാ? എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാ മതി. എന്റെ കയ്യിൽ ഒരു ഐറ്റം ഉണ്ട് മോനെ. ഓവറാക്കൊല്ലു. എന്റെ ഭാസി, എന്നെ കണ്ടാ പറയൂലെങ്കിലും ഈ ഒരു സംഭവം തന്നെയാ. ഇവര് നല്ല ബുദ്ധിയായിരുന്നു സാറേ. ഈയിടെയായിട്ട് എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. ഞാൻ ഒരു ചാവ എടുത്തിട്ടില്ല. എങ്ങനെയുണ്ട്? പിന്നെ ഗംഭീരായിട്ടുണ്ട്. സഹിക്കാൻ പറ്റൂല. അതെ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല.
ഒന്നതരമായിരിക്കുന്നു. വെറുതെ പറയണമെന്ന് വിചാരിക്കരുത്. വണ്ടർഫുൾ. ഈ നല്ല മനുഷ്യൻ കാരണമാ സാറേ ഞാൻ ഇവിടെ എത്തിയത്. നെക്സ്റ്റ് പേഷ്യന്റ്. പടം കണ്ട് അയാളെ എന്റെ മുമ്പിൽ കണ്ട ഒപ്പം ഞാൻ അയാളെ കൊല്ലും. ആഹാ മുടുക്കനായിപ്പ ഇതേതാ ആരാ ഇവൻ എവനൊന്നും വണ്ടിയൊക്കെ നോക്കുകയല്ലോ. അയ്യോ അമ്മാവന്റെ മോനാ കല്യാണച്ചക്കൻ. എവനെന്ത് പറ്റി? അയ്യോ ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ. പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള്. സെക്കൻഡ് ആവും എന്റെ പൊന്ന അന്യാടിസ്റ്റ് മറ്റേ കാര്യം പറയാനുള്ളത്. പോയി സ്റ്റണ്ട് ചെയ്ത് മനുഷ്യന്റെ നടുവൊടിഞ്ഞത് മിച്ചം. ഒരു ഒട്ടും ഇമ്പ്രസീവ് എനിക്ക് തോന്നി. ഒരു മാസം എനിക്ക് ഒരു മാസ് എലവേഷനും ഇല്ല. സ്ക്രിപ്റ്റും വീക്കാണ് മൊത്തത്തില്. സത്യം പറഞ്ഞ തൊലിഞ്ഞ പടം. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ച് പോയി. സത്യം സത്യമായി പറയുന്നവനായി രാജാക്കൻ. ഒന്നുമില്ല ഒലിച്ചു വെച്ചേക്കുന്ന ഒരു വായിക്കുള്ളത്. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. വലിയ ഇതൊന്നും ഇല്ല, വലിയ സുഖമൊന്നുമില്ല. എനിക്ക് മൊത്തത്തിലൊരു അപരാധം പടാട്ടെ എനിക്ക് തോന്നുന്നു. സത്യം പറഞ്ഞ ഇവന്റെ ദുരന്തങ്ങൾ കേൾക്കുമ്പോ എനിക്ക് ചിരിയാ വരുന്നത്. വിജയുടെ റീസെന്റ് കണ്ടിട്ടുള്ള ഏറ്റവും മോശം സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. ഒരു അപരാധം പടം വേണേ പറയാം. ഒരു കാട്ടു മൊക്കെ പടത്തെ എടുത്ത് വെച്ചിருக்காங்க. ஆமா நான் தெரியாம கேக்குறேன். எதுவுமே நடக்காத மாதிரி ரியாக்ஷன் காட்டுற அந்த மூஞ்சி எங்கடா வாங்கின நீ? டேய் உன்னதாண்டா கேக்குறேன். டேய் இங்க பாரு உன்னதாண்டா. പടം നന്നായിട്ടുണ്ട്. മേക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ട്രെയിലറിലൊക്കെ നമ്മൾ കണ്ട പ്രശ്നങ്ങളില്ല, അതൊന്നുമില്ല പടത്തിൽ. താങ്ക് യു സർ, താങ്ക് യു. മൊത്തത്തില് അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോഴായിരിക്കും സമാധാനമായത്. എനിക്ക് എന്തായാലും രവി സാർ നന്നായി ബോധിച്ചു. വെങ്കട് പ്രഭു ഈ ലെവലിലൊന്നും എത്തേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. വേറെ റേഞ്ചിൽ വരേണ്ട ആളാണ്. പക്ഷെ ആളുടെ റേഞ്ച് പകുതി കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഗംഭീര പടം, ഗംഭീരം, ഒന്നും പറയല്ല, പൊള്ളി പടം. അത്രയും വേണോ സാർ? വേണം. ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി ഒരു 5 പ്രാവശ്യമെങ്കിലും കാണണം നമ്മൾ ഈ പടം. എന്റെ പൊന്നോ വേണ്ട. അങ്ങനെ പടക്കടകുദാഹവപ്പോഴേ തോന്നി എന്നോടിത് വേണ്ടായിരുന്നു. മരുതമലൈ മാമണിയേ മുരുകയ്യ. ഞങ്ങൾ ആരംഭിക്കുന്നു, നിങ്ങൾ അനുഭവിച്ചാലും. ഹിറ്റായോ? കൊള്ളാം, ഹിറ്റായോന്നോ? ബമ്പറാ സാറേ, സൂപ്പറായിருக்கு. അടിപൊളി പടം, ഭയങ്കര മാസോടാണ്. എക്സ്പെക്ട് ചെയ്യുന്നേക്കാളൊക്കെ അടിപൊളിയാണ്. പുഷ്പ താഴത്തില്ല, വേൾഡ് ഫയർ. താങ്ക്സ്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? എനിക്ക് ചെയ്യേണ്ടി വന്നു. ഒരു വാദം പടോടെ എന്തിനാണ് ഈ സിനിമ എടുത്തത്? എനിക്ക് കാര്യമായിട്ടും ചോദിക്കണേ. ഇതിനു മുമ്പ് ഇതേ ചോദ്യം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അവന്റെയൊക്കെ തന്തയ്ക്ക് വിളിച്ചിട്ടേ ഞാൻ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് ഹാഫ് ഒക്കെ കണ്ടിരിക്കാൻ കൊള്ളാം. സെക്കൻഡ് ഹാഫ് എന്തരോ എന്റെ പൊന്നോ. അങ്ങനെയൊക്കെ വഴിയില്ലോ. ഞാൻ കാണുമ്പോ പടം ഹിറ്റായിരുന്നല്ലോ. ഹിറ്റ് തന്നെ തലക്കാ കിട്ടേണ്ടത്. എത്ര പേര് വിളിച്ചെന്നറിയോ? ചവറ് പടമാണെന്നും പറഞ്ഞു. തെലുങ്ക് പടമായിട്ട് കണ്ടിരിക്കാൻ കൊള്ളാം. തെലുങ്ക് പടം ഒരു പടമായിട്ടേ കണ്ടിരിക്കാൻ കൊള്ളത്തില്ല. അങ്ങനത്തെ ലെവലിൽ എടുത്തിരിക്കുന്നത്. എങ്ങനത്തെ മൊത്തത്തില് പാൻ ഇന്ത്യൻ കോമഡി പടം. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സാരി ലുക്കൊക്കെ അതാണ് മെയിൻ കോമഡി. ഇവനെ കൊല്ലണ്ട പന്നി. എന്തൊക്കെയായിരുന്നു തള്ളു? വില്ലാളി വീരനാണ്, വിക്രമാദിത്യ വരഗുണനാണ്, എന്റെ ഉമ്മമാടെ 16 എന്തായാലും നാഷണൽ അവാർഡ് കിട്ടും. ഈ പടത്തിൽ നാഷണൽ അവാർഡ്. പോയോടത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവല്. ആക്ഷൻ കോറിയോഗ്രാഫി ആരുടെ ചെയ്തത്? അവസാനത്തെ ക്ലൈമാക്സ് ഞാൻ ചിരിച്ച് ചത്ത്. അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലീസുകാരെ എനിക്ക് ഇടിക്കണം, ഇടിച്ചിടിച്ച് നിലം പരിശാക്കണം. എന്നിട്ട് ഞാൻ സ്ലോ മോഷനിൽ നടന്നു പോകും. അപ്പൊ തിയേറ്ററിൽ ഭയങ്കര ക്ലബ്സ് ആയിരിക്കും. എന്നാ കേട്ടോ, അത് 2 കൈയും കെട്ടി 2 കാലും കെട്ടി കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൊറിയാൻ പറ്റുമോ? ഒന്ന് മൂത്രം ഒഴിക്കാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ ഒന്ന് ബാത്റൂമിൽ പോകുന്ന തൂറാൻ പോലും പറ്റൂല. ഉള്ള കാര്യം പോലെ ആ അല്ലു അർജുൻ 50 വരെ വന്നപ്പോഴത്തേക്ക് കറങ്ങി കടിക്കണം. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പനെയും അമ്മുവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു. അടിപൊളി ഫൈറ്റ്, സൂപ്പർ ഫൈറ്റ് പ്രതീക്ഷ വന്നു. മോശം പറയുന്നല്ലോ, നല്ല ബെസ്റ്റ് അടി. ഭയങ്കര അടിപൊളി കോമഡി ആയിട്ടുണ്ട്. ആരുടെ കുറ്റായാലും ആകെ നാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾ തെലുങ്കന്മാരത്തോട് ചോദിച്ചു നോക്കി, ചിലപ്പോൾ അവന്മാർ ചിലപ്പോൾ നല്ലതെന്ന് പറയും. പക്ഷെ എന്റെ പൊന്നെ നാടകം തോറ്റു. നാടകം ഇത് നിന്റെ വിധി. സാരി ഉടുത്തും കൊണ്ടൊരു ഫൈറ്റ് ഉണ്ട്. എന്റെ പൊന്നെ കാണേണ്ടത് തന്നെ. സുശീല,
വണ്ടി എടുക്കടാ. ഹിന്ദുവായിരുന്നു. ഇതെങ്ങനാണ്? ഇതിപ്പം ഫയറാണോ? ഇടയ്ക്ക് ഫയറായി, ഇടയ്ക്ക് ഫയറായി, ഇടയ്ക്ക് ചവറുമായി. ഫഹദിനെ കണ്ടോണ്ടിരുന്നപ്പോ ഒരു ബോറും ഇല്ലായിരുന്നു. ഫഹദ് മാത്രമുണ്ട്. ഫഹദ് പറഞ്ഞ സീനെല്ലാം പൊളി വേറെ ലെവല്. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? KGF-ലോട്ട് പോവാനും ശ്രമിച്ചു, എന്നാൽ KGF-ലോട്ട് എത്തിയതും ഇല്ല. ഗണപതി, ഞാനാണ് കുറ്റക്കാരൻ. ഞാനാണല്ലോ ഈ കലാരൂപത്തിന് ഇങ്ങോട്ട് കയറ്റിയത്. ഫസ്റ്റ് പാർട്ടിന്റെ ഒരു സൈഡിൽ പോലും സിനിമ വെക്കാൻ കൊള്ളൂല. അക്കാരിയോട് പറയണ്ട. എന്തൊക്കെയോ പ്രതീക്ഷ ഫഹദിനെയൊക്കെ വേറെ ലെവലിൽ ആളി കത്തിച്ചോണ്ടോ നശിപ്പിച്ചളഞ്ഞു. എന്നടാ പണി വെച്ചിരിക്കീങ്ക. പിന്നെ മന്ദാനേനെ ഒരു കിണർ വെട്ടി കുടിച്ചു മൂടണം. അത്രയ്ക്ക് ക്രിഞ്ച് ഫെസ്റ്റിവല്. എനിക്കിതൊന്നും കണ്ടുക്കാൻ പറ്റുള്ള. മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ആ സാരി എടുത്ത സീനൊക്കെ തിയേറ്റർ പൂരപ്പുറമ്പായി. പണം ഉണ്ടായിട്ട് സ്വന്തം ഭാര്യക്ക് ഈ സാരി കുത്ത ഒരു പിന്നു വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത പുഷ്പ. നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഈ പടം സജസ്റ്റ് ചെയ്യുക. വേറെ ഒന്നും പറയല്ല. വെറും കാട്ടവരോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ കുറച്ച് ഓവറല്ലേ? ഓവറാണ് സർ, കുറച്ച് അധികം ഓവറാണോ? രാഷ്മിക ആണെങ്കിലും അല്ലു അർജുൻ ആണെങ്കിലും നല്ലപോലെ വെറുപ്പിച്ചിട്ടുണ്ട്. ഓക്കെ ബ്രോ, പറ്റുമെങ്കിൽ പോയൊന്ന് കാണണം. അത് നടക്കില്ല. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. എന്തോ ഒരു എലമെന്റ് അവിടെ മിസ്സിംഗ് ആണ്. സ്ക്രിപ്റ്റ് വൈസ് അത്ര ഇതല്ല. പുഷ്പ 3 ഉണ്ടെന്നാണ് മനസ്സിലായത്. എന്റെ പൊന്നോ വേണ്ട. കണ്ടെത്തണ്ട. ഐ ആം പുഷ്പകുമാർ. യു ക്യാൻ കോൾ മീ കുമാർ. നോ, ഐ വിൽ കോൾ യു പുഷ്പു. പുഷ്പ എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഫയറാടാ. ഫിലിപ്പിന്റെ പറി. അയ്യോടാ, ചത്തുപോയി. ഞാൻ അറിയുന്നുണ്ട്. ഇപ്പൊ നമ്മളൊന്നും വേണ്ടല്ലോ. ഇനി അണ്ണന്റെ കളി വേറെ റേഞ്ചിലാണ്. ഗോ ബാക്ക് ഇന്ത്യൻ. ക്രിഞ്ച് ഫെസ്റ്റ്. ശോകം. പോയി. ഇതൊക്കെ ഒരു സിനിമ എന്ന് പറഞ്ഞ് എടുത്തവന്റെ അവന്റെ മൂക്കിലാണ് ആദ്യം ഇടിക്കുക. ഇമോഷണൽ സീൻസ് ഒക്കെ കിടന്ന് ചിരിക്കുകയായിരുന്നു. എന്റെ സൈഡിൽ നിന്ന് ചേട്ടന്മാരൊക്കെ ഭയങ്കര ചിരിയായിരുന്നു. ഒരു 800-900 കോടി എങ്ങനെ വെച്ചാൽ 1000 കോടി പോകും. അത്രയും വേണോ സാർ? വേണം. അതിച്ചിരി കൂടുതലല്ലേ? ഞാനൊന്നും കണ്ടത്തില്ല. 1, 2, 3 നീ തന്നെ ഒന്നുകൂടി കണ്ടാ മതി. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? മയിരാണ് സാധനം തോന്നിയായിരിക്കും. അയ്യോ വേണ്ടായി. അലമ്പ് പടം. എന്നടാ പണി വെച്ചിരിക്കീങ്ക. നമുക്ക് തേർഡ് പാർട്ടി കാണാം. വേണ്ട മോളെ. അവന്റെ പടം ഞാൻ ആദ്യം ഇറങ്ങി പോയായിരുന്നു. പിന്നെ പൈസ കൊടുത്തല്ലേ. തമാശരിക്കുള്ളൂ. ഇതുപോലൊരു അലവരാതി പടം ഇടക്കാലത്തൊന്നും കണ്ടിട്ടില്ല. ക്രിഞ്ചെന്ന് പറഞ്ഞ എന്റെ അമ്മോ എ ക്ലാസ് ക്രിഞ്ച്. വൻമതം കേട്ടോ, ഒട്ടും പോരാ. വെറുതെ വന്ന് 3 മണിക്കൂറൊക്കെ ഇരുന്ന് 0 ടോളറൻസ് ടോളറേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. വൻമതം പടം. ആകെ ഉണ്ടായിരുന്ന ഒരു പിടിവള്ളിയും പോയി. സൂപ്പർ ഹിറ്റ് ആകുമെന്ന് കരുതിയിരുന്ന ബോട്ട് ചെട്ടിയും 8 നില പൊട്ടി. ഇതിനകത്ത് ഒന്നുമില്ല. ഇതിനകത്ത് ഒരു കഥയോ ഒന്നുമില്ല. ഭയങ്കര ഒരു ശങ്കറിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. നമ്മൾ രാവിലെ വന്ന തന്നെ ശങ്കറിനെ പ്രതീക്ഷ. പക്ഷെ പടം കൊള്ളത്തില്ല. ശങ്കറിന്റെ ഇപ്പൊ എടുത്തതിൽ ഏറ്റവും വേസ്റ്റ് മൂവി ആയിരുന്നു. ഇതിനേക്കാളും ബാലയ്യയുടെ വീരസിംഹ റെഡ്ഡി എന്നൊരു പടമുണ്ട്. അതിട്ട് കണ്ടു കഴിഞ്ഞാൽ സമയം പോകും. അയ്യോ, ഇതൊരു പടം. ഇതൊക്കെ പടമാണോ? ഇതൊക്കെ 2 ഒക്കെ ഇടില്ലോ. അന്ന ഭാഗം കാണാൻ പറ്റി, പക്ഷെ ഒന്നും കേൾക്കാൻ പറ്റിയില്ല. നല്ല സ്റ്റാൻഡേർഡ് കൂവലല്ലായിരുന്നു. മുടഞ്ഞ പടം എന്ന് വെച്ചാ ശോകം. പോലെ നെക്സ്റ്റ് പേഷ്യന്റ്. സാറിപ്പോ അന്വേഷിച്ചു പോകുന്ന ആളുടെ പേരെന്താ? മുരളി വിശ്വംഭരൻ. ഞാനൊരു ഉലകം കിട്ടും ബാലിവൻ, പണക്കാരൻ, ஆனால் ഏഴകൾക്ക് തോഴൻ. ഇന്ന് ഇന്ത്യയിലാണെങ്കിൽ നാളെ കേരളത്തിൽ, ഇന്ന് കേരളത്തിലാണെങ്കിൽ നാളെ കോട്ടയത്ത്. അവനെ കാണാനില്ല. ആള് മിസ്സിംഗ് ആയത് കുറച്ചു നാളായി. മുതലാളി, അവനെ പിന്നെയും കാണാണ്ടായി. നീ വിശ്രമിക്കാൻ പോടാ, പോയി നോക്കടാ. അവന്റെ മേലെ ഒരു കണ്ണു വേണമെന്ന് ഞാൻ പറഞ്ഞു. കണ്ണും തെറ്റി. അപ്പോഴേക്ക് ഇറങ്ങി പോകുന്നു ഞാൻ കരുതിയ. കാറിൽ ആദ്യമായിട്ടാ ഞാനും
എന്താണ് ഇത് എന്റെ ഗുരുവായൂരം? മേൽവിലാസം തരികയാണെങ്കിൽ അനുവാദമുണ്ടെങ്കിൽ രാത്രി വീട്ടിൽ വന്ന് വാങ്ങിച്ചോളാം. പോടാ പട്ടി, ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം ഒന്നും മാറിയില്ലേ? പിൻകുറിപ്പ്, അമ്മയാണ് സത്യം, ഞാനൊരു പൂവാലനല്ല. അയ്യടാ ചിരി കണ്ടോ കൊച്ചു കള്ള, ആദ്യമായിട്ട് പ്രേമിക്കാൻ പോവല്ലേ? ചത്ത് 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 ചത്ത്. അത് ശരി, ചത്തില്ലായിരുന്നോ? നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. എന്താ 2 മിനിറ്റ് കൊണ്ട് ഞാൻ എന്തോ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടി. കോപ്പ് ചത്തില്ലേ? എന്താ ഞാൻ ചാവണം? അത് കണ്ട് കുറെ പേർ കൈയടിക്കുന്നു. ഇതിലെവിടെയാണ് സോഷ്യലിസം? ഇത് ഫാസിസം അല്ലേ? ഒരിക്കൽ കൂടി ആ ശബ്ദം പുറപ്പെടുവിക്കൂ. വെരി നാച്ചുറൽ. താങ്ക് യു സർ. അയ്യോ, കഴിഞ്ഞില്ല, ഇനി കൊറേ ഉണ്ട്. എനിക്ക് കുടുംബം കുട്ടിയൊന്നുമില്ല. അയ്യോ, അത് കഷ്ടായില്ലോ. എന്നെ കുറിച്ച് ഓർക്കാറുണ്ടോ? എനിക്ക് എന്റെ പശുവിനെ കറക്കാൻ നേരമില്ല. അപ്പോഴാ ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ. വാട്സ്ആപ്പ് നമ്പർ തരൂ. മരിച്ചാലും മറക്കത്തില്ല ചേട്ടാ. നീ തന്നെ ഇത് ചിളപ്പാടി. കേട്ട് കേട്ട് ഞാൻ മടുത്തു. 1, 2, 3. ഞാൻ ചെന്നൈയിൽ തന്നെ സ്ഥിരമായി താമസിക്കുന്നത് എന്തുകൊണ്ടാണെന്നാ തന്റെ വിചാരം? എന്തുകൊണ്ടാ സാറേ? ഈ തമിഴന്മാർക്ക് ബഹുമാനിക്കാൻ അറിയാം. നമ്മൾ ഇത്തിരി തൈർസാദം വാങ്ങിച്ചു കൊടുത്താൽ ആജീവനാന്തം അവർ ആ കൂറ് കാണിക്കും. വളരെ എൻജോയ് ചെയ്ത് കണ്ടുള്ള ഒരു സിനിമ. പിന്നെ എനിക്ക് എടുത്തു പറയണമെന്ന് തോന്നുന്ന ഒരു കാര്യം ഇതിലെ മേക്കപ്പ് ആണ്. എനിക്ക് കലേഷ് ചെയ്ത ക്യാരക്ടർ ആക്ച്വലി ഞാൻ ലോകേഷ് കനകരാജനെ അപ്രോച്ച് ചെയ്തിരുന്നു. നമ്മൾ ജസ്റ്റ് മിസ്സായതാ. കങ്കുവാ തനിക്ക് എന്തുവാ? ഞങ്ങളും ചോദിച്ചു. എനി ക്രിയേറ്റർ, എനി ഡയറക്ടർ ഇൻ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി വായ പൊളന്ന് പാക്ക പോറാൻ. അത്രയും വേണോ സാർ? പാസം ഒരു ചെറുക്കനു എനിക്ക് എന്താണ്, എന്തിനാണ് പേരെത്തങ്ങോട്ട് വരും. കങ്കുവാണോ? എന്തുവാ അതാണ് ചോദിക്കുന്നത്. എന്തുവാ ഇത്? ഓപ്പണിംഗ് ഷോട്ട് എന്ന് പറയും. തന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ള കഥ പറയരുതെന്ന്. അവന്റെ ഒരു ഓപ്പണിംഗ് ഷോട്ട് ഇത് എവിടെയാണ് നന്നായിട്ടുള്ളത്? എന്നാലേ പാളി ഇത് പറയാൻ പറ്റുള്ളൂ. അത് പോയിന്റ്. 2000 crore എതിർപ്പാർത്തിട്ട് இருக்கேன். நீங்க என்ன 1000 crore அப்செட் பண்றீங்க? അയ്യോ, അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. കാട്ടവരാത പടം എന്ന് പറഞ്ഞാൽ കാട്ടവരാത പടം. നീ അത് മടുക്കില്ല വഞ്ചകനാ. ചന്ദ്രൻ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? 480 രൂപ കൊടുത്താണ് ടിക്കറ്റ്. 480. എനിക്ക് വിഷമമുണ്ട്. ഞാൻ ആട്ടോ ഓടിയ പൈസയാണ് 480 രൂപ. എനിക്ക് ആര് തരും? അങ്ങനെ കണക്ക് പറയരുത് സാറേ. ഒരു ഭൂമി ഉൽക്കം വന്ന് എല്ലാം പോയില്ലേ സാർ? തമിഴ് ഫിലിം ഇൻഡസ്ട്രീസ് ആൻസർ ടു ബാഹുബലി ആൻഡ് KGF. ഒരക്ഷരം പോലും തെറ്റിയില്ല. ഇതുപോലൊരു മലങ്ങളുടെ ഇടക്കാലത്ത് നിന്ന് ഇറങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞാണല്ലോ, സൂര്യാന്തരം നട ഒഴിച്ച് ഈ പടത്തിൽ ബാക്കി ഒന്നും കൊള്ളൂല. ശരി, ഓക്കെ, താങ്ക് യു. സിനിമയില് തുടക്കം ഒരു പൊന്നോ ഒരു 20 മിനിറ്റ് വെറുപ്പിച്ചിട്ട് ദിശാ പട്ടാണിയും യോഗി ബാബുവും സൂര്യയും എല്ലാം കൂടെ മനുഷ്യനെ ഇട്ടിട്ട് എന്തൊരു വധം വരുന്നത്.
നീ സമനില തെറ്റി നിന്റെ അനിയനെ പോലെ ആവരുത്. എനിക്ക് സമനില തെറ്റും. എത്ര പേര് വിളിച്ചെന്നറിയോ? ചവറ് പടമാണെന്നും പറഞ്ഞു. എവിടെ പോണം? കൂവി തുടങ്ങുമ്പോ ഇറങ്ങിയാ പോരെ? എന്റെ അടുത്ത് പെണ്ണ് ഉറങ്ങാണ്. അടുത്ത ഇംപ്രസ് ചെയ്യാൻ പോയിട്ട് ഡിപ്രസ്ഡ് ആയ അവസ്ഥയല്ലോ. സൂര്യൻ ഇതുപോലെ വെറുപ്പിക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. യോഗി ബാബു സൂര്യൻ കൂടെയുള്ള ആദ്യത്തെ കുറച്ച് സമയം ഇറങ്ങിപ്പോവാൻ തോന്നിപ്പോയി. അതുപോലത്തെ വെറുപ്പിക്കുന്നു. എനിക്കും തോന്നിയത് പദം പടം ഒന്നുമില്ല. പിന്നെ സൂര്യ എന്നൊരു നടൻ മാത്രം അയാളുടെ കഷ്ടപ്പാടിന് വേണ്ടി ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പോയി കാണുക. വക്കീല് പുലിയാലേട്ടാ ഒരു നമുക്കൊരു ആവറേജ് പടം ഫസ്റ്റ് ഹാഫ് ഒക്കെ അയ്യോ ഉറങ്ങുമായിരുന്നു. എന്തൊക്കെയായിരുന്നു ഒരു ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. എല്ലാം ചീറ്റിപ്പോയി. ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞൊക്കെ തിരിച്ചെടുത്തു. കൊള്ളൂല, വേസ്റ്റ് പടം. സൂപ്പർ ഹിറ്റ് ആകുമെന്ന് കരുതിയിരുന്ന ബോട്ട് ചെട്ടിയും 8 നില പൊട്ടി. കേൾക്കുമ്പോ വിഷമങ്ങളൊക്കെ തോന്നും. പലയിടത്തും നടന്നിട്ടുള്ള കാര്യം. ഫോർ എക്സാമ്പിൾ, സിനിമയുടെ തുടങ്ങി കുറച്ചൊരു അരമണിക്കൂർ സത്യം പറഞ്ഞ വെറുപ്പിക്കലിന്റെ ഒരു ഘോഷയാത്രയാണ്. വൈ ആർ യു ഡിസ്റ്റർബിംഗ് മൈ പീസ്? നിർത്തണ്ടല്ലോ സത്യം പറഞ്ഞ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോ റെഡിങ് സിറ്റിൽ എന്റെ വണ്ടി മോന്ത പിടിച്ചു എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. എന്ത് വെറുപ്പീരാണ്. ഈ മാതിരി കഥകളുണ്ട് എന്റെ പടി കടന്നു പോരുത്. നിന്റെ കൈ ഞാൻ വെട്ടും. അയ്യോ അച്ഛൻ എന്റെ കഥയുടെ ഡെപ്ത് മനസ്സിലാവാത്തോണ്ടാ. എന്നെ നാണം കെടുത്തരുത്. ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അപ്പൊ ഒരു കംബാക്ക് കൊടുക്കുന്ന പടമല്ല. കംബാക്ക് അല്ല, ഇത് കേറോ തോന്നില്ല ബ്രോ. മാക്സിമം ഞാനൊരു സൂര്യ ഫാനാണ്. ഞാൻ മാക്സിമം നല്ല പ്രതീക്ഷ വന്നതാണ്. പക്ഷെ ശിവയുടെ സ്ക്രിപ്റ്റ് ശിവ വിശ്വസിക്കില്ല. കഷ്ടമായി പോയി. ഇങ്ങനെ കഥ പറഞ്ഞ് ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് പകരം നീ എന്നെ ഒറ്റയടിക്കുന്നു കൊല്ലടാ. ഇതുപോലൊരു ഊമ്പിയ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ മേഖല ഇതിന്റെ സ്ക്രിപ്റ്റ് പൊന്നോ പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത്. സ്റ്റണ്ട് ചെയ്ത് മനുഷ്യന്റെ നടുവൊടിഞ്ഞത് മിച്ചം. ഇങ്ങനെ ഗതിയില്ലാത്തവനായിട്ട് എന്തിനാ മോനെ നീ കൂട്ടുകൂടുന്നത്? സെക്കൻഡ് പാർട്ട് വെയിറ്റിംഗ് ആണ്. അവൻ വന്ന സമയത്ത് ഇതാണ് ഗതിയെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഗതി എന്താവോ എന്റെ ഈശ്വര. നെക്സ്റ്റ് പേഷ്യന്റ് ആരാ? മാറ്റിൻ ഷോ കഴിഞ്ഞല്ലോ. വിവരമില്ലാതെ അറിഞ്ഞോ? നല്ല എ സി, നല്ല തിയേറ്റർ, കുഴപ്പമില്ല, തിയേറ്റർ നല്ലതാണ്. നല്ല ഐശ്വര്യമുള്ള തുടക്കം. ചുരുളി യൂണിവേഴ്സ് ആണ്. ഇതൊന്നും മനസ്സിലാവില്ല. സെക്കൻഡ് പാർട്ട് അതൊന്നും മനസ്സിലാവില്ല. സെക്കൻഡ് പാർട്ടായിരിക്കും തീ പടർത്താൻ പോണത്. വരണ്ട, പഞ്ചായത്തിൽ പോലും വരണ്ട, വിട്ടോളി. ഇത് ലിജോ എടുത്തിട്ട് ലിജോ എന്റെ വീട്ടിൽ നിന്ന് കാണണം, അല്ലാതെ നമ്മളെ കൊണ്ട് കാണാൻ പറ്റൂല. അങ്ങനെ ഡോക്ക് ഒരൊലക്ക കിട്ടുമോ? ടിനു പാപ്പച്ചൻ പറഞ്ഞു ഞാൻ പുറത്തിരുന്നിട്ട് ഞാൻ പടം കാണും, തിയേറ്ററിൽ ഫാൻസ് കത്തിക്കുന്നത് എനിക്ക് കാണുന്ന ടിനു പാപ്പച്ചൻ പറഞ്ഞു. എന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇതാണ്. ആ സിനിമ കളിക്കുന്ന ആദ്യത്തെ ഷോ ഞാൻ തിയേറ്ററിനകത്തില്ലാതെ പുറത്തു നിന്ന് കാണാന്ന് വിചാരിക്കും. പുറത്ത് നിൽക്കാന്ന് വെച്ചാൽ തിയേറ്ററിൽ കുല്ലുന്നു. ആ രീതിയിലായിരിക്കും ലാൽസാറിന്റെ ഇൻട്രോ. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. ചിലപ്പം തീയിട്ടുണ്ടാവും വാണപ്പുറം. ഒന്നും കുലുങ്ങിയില്ല. ഞാൻ മാത്രം അവിടെ നിന്ന് ഉറങ്ങി. ഞാൻ ഉദ്ദേശിച്ചത് താൻ എന്തിനു ഉദ്ദേശിക്കുന്നു? ഞാൻ എന്ത് ചെയ്താലും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാറുള്ളൂ. കുലുങ്ങിയ തിയേറ്റർ പിന്നെ സൗണ്ട് കേട്ട് കുലുങ്ങി. അല്ലെങ്കിലും നീയൊന്നും തന്നെ അർഹിക്കുന്നില്ലടാ. സൂപ്പർ. അയ്യോ ഭയങ്കര മോശമായിട്ടുണ്ട്, വളരെ മോശമായിട്ടുണ്ട്. അല്ല, അത് മോള് വിചാരിക്കും പോലെ ഒന്നല്ല. ഉള്ളിൽ അർത്ഥമുണ്ട്. അതൊന്ന് ആലോചിച്ച് നോക്ക്. അതിന്റെ അർത്ഥം എന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങള് കേട്ടതൊക്കെ പോയി, ഇനി കാണാൻ പോണതൊക്കെ മൂഞ്ചലാണ്. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാവണം? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? എനിക്കൊന്നും മനസ്സിലായില്ല ചേട്ടാ. ലൈക്ക് എനിക്ക് വർക്കായില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഉമ്മാരോട് ഇതൊന്നും ഏക്കൂലാന്ന്. കൊഞ്ചം അங்கே പാரு കണ്ണ. ടോട്ടലി നല്ല പടമാണ്. ഇതുപോലെ പടം മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. മൂവി പ്രതീക്ഷ വന്നവർക്ക് ഒരിക്കലും നിരാശ ഉണ്ടാവില്ല. നല്ല രീതിയിലുള്ള നിന്റെ മനസ്സിൽ കുറച്ച് ആശ്വാസം തോന്നല്ലേ? പ്രതീക്ഷിച്ച ലെവലെന്നല്ല, ഇതുവരെ കാണാത്തൊരു തരം പടം. അതാണ് ശേഖരൻകുട്ടി. നീ ഹാപ്പി ആണല്ലോ? എനിക്കത് മതി. എൽജെപ്പിയുടെ ഫിലിമാണ് നമുക്കറിയാം. അപ്പൊ ആര് ബോധം വെച്ചാണ് കാണാൻ വരാനായിട്ട്. അങ്ങനത്തെ ഒരു ബോധം പോലെ ഒരുത്തരും അകത്ത് എല്ലാമാരും വെറുപ്പിക്കല്. എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് നാല് പൊട്ടിക്കണം. ആ എൽജെപ്പിയുടെ ലോകത്തേക്ക് നമ്മൾ പോവാൻ തുടങ്ങുമ്പോഴേക്കും ഇമാരൊന്ന് വെറുപ്പിക്കൽ തുടങ്ങും. പടം എൽജെപ്പിയുടെ പടം എന്താണെന്ന് വിചാരിക്കുന്നത് ആ പടത്തിനുള്ളതുണ്ട്. പടം മതി, ഇത് ധാരാളം മതി. കുറച്ചും കൂടി ബെറ്റർ ഓഡിയൻസിന് അർഹിക്കുന്നുണ്ട് ഈ സിനിമ. ഈ ഫാൻ ഷോയ്ക്ക് പറ്റിയൊരു സിനിമയല്ല. പോയിന്റ്. ഫാൻസ് വേറെ എന്തോ എമ്പുരാനോ ലൂസിഫറൊക്കെ പ്രതീക്ഷിച്ച് വന്നിട്ട്
അവര് ഫുള്ള് കയ്യടിയും നമ്മൾ ഡയലോഗ് പറയാൻ പോലെ അവര് സമ്മതിക്കുന്നില്ല. ഓൾറെഡി അവർ തീരുമാനിച്ചു ഇത് ശോകമാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഇങ്ങനത്തെ LJPയുടെ പടം പ്രതീക്ഷിച്ച് വരുന്നവർക്ക് പോലും ഡിസപ്പോയിന്റ്മെന്റ് അവര് കാരണം ഉണ്ടാവുകയാണ്. വളരെ മോശമായി പോയി. അത് ശരിയല്ലല്ലോ, അത് പറ്റില്ലല്ലോ. നമ്മൾ ലിജോ പടത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. എന്നാ പിന്നെ പേടിക്കണ്ട. അല്ലാതെ നമ്മളൊരു മാസ പടം അല്ലെങ്കിൽ ലാലേട്ടൻ ഒരു വലിയ സെറ്റപ്പ് പടത്തിലേക്കാണ് വന്നെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആൾക്കാർക്ക് ലൈക്ക് ആവുന്നു. ഏറ്റവും കൂടുതൽ ഈ പടത്തിന്റെ നട്ടലായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ആ ഒരു സിനോട്ടോഗ്രാഫി നമ്മുടെ പിന്നെ മധു നീലാണ്ടൻ സാറാണ്. അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുത് പ്രകടമായി കാണാം. മിക്സഡ് ഒപ്പീനിയനാ വരിക. സ്വാഭാവികം. പിന്നെ ഒരു കാര്യം ചെയ്യാം, രാവിലെ വരാം.